ഇത് അച്ഛൻ്റെ പേഴ്സും കണ്ണടയും ഫോണുമാണ്. ഇത് ഷാപ്പിൽ വെച്ച് മറന്നതാ. എന്താ മോളെ ഇതൊക്കെ? ഇതെല്ലാം കഴിഞ്ഞിട്ട് 1-2 വർഷമായില്ലേ? ഇനി അത് ഓലോചിച്ച് ഇങ്ങനെ ഇരിക്കുക? ഇതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ. ദൈവം ഓരോന്ന് നിശ്ചയിക്കും, നമ്മൾ അതിനെ പാത്രമാവും, അത്രേ ഉള്ളൂ. മോളെ എന്താ ഇനി ഇങ്ങനെ? അച്ഛൻ്റെ കാര്യം നിനക്ക് അറിയാവുന്നതല്ലേ? നീ ഇങ്ങനെയൊക്കെ തുടങ്ങിയാലോ? ആ സംഭവത്തിന് ശേഷം അച്ഛൻ മുഴുവൻ കുടിയനായി. ഓഫീസിലും പോകാണ്ട് ഷാപ്പിൽ തന്നെയാണ്. ആരോടും ഒന്നും സംസാരിക്കാണ്ട് എങ്ങനെ നടക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. എന്തുപോലെ നടന്നിരുന്ന മനുഷ്യനായിരുന്നു. മോളെ, അച്ഛന് നീ മാത്രമല്ലേ ഉള്ളൂ. സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. അതോർത്ത് നീ നിന്റെ ജീവിതം കൂടി ഇല്ലാതാക്കണ്ട കേട്ടോ. ഇനി അതും കൂടി കാണാനുള്ളൊരു കഴിവ് എനിക്കില്ല. ഇത് അച്ഛന് കൊടുക്കണം കേട്ടോ. ഞാൻ പോണേ. എല്ലാം കുറേ പണികളൊക്കെ കൊടുക്കാനുണ്ട്. മോളെ നീലു, എത്ര നേരമായ ഫോൺ അടിക്കണേ? നിനക്കെന്താ ഫോണൊന്നും എടുത്താലേ? ഇത്ര അഹങ്കാരമൊന്നും പാടില്ല കേട്ടോ പെൺകുട്ടികൾക്ക്. അത് അച്ഛന്റെ കൂട്ടുകാരാരെങ്കിലും വിളിക്കുകയായിരിക്കും. ആ ഫോൺ തന്നെ നിനക്ക് എടുത്തൂടെ? നീ ആ ഫോണൊന്നും എടുത്താ? അമ്മ എന്നിട്ട് പോലെ
നന്ദു 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 ഒരു മിനിറ്റ്. എന്താ ഏട്ടാ? ഏത് സമയം ഫോണിലാണല്ലോ നന്ദു? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഏട്ടൻ എന്താ വിളിച്ചത്? നീ എന്റെ വാച്ച് എടുത്തേ. സമയം ഒരുപാടായി. ഈ ഫോണിൽ തന്നെ നോക്കിയിരുന്ന് മരുന്ന് കഴിക്കാൻ മറക്കണ്ട. അതൊക്കെ കുടിക്കുന്നുണ്ട് ഏട്ടാ. ഇന്ന് ഓരോന്ന് മറന്നു പോകും. അതെടുക്കാൻ ഞാൻ എപ്പോഴും പിന്നാലെ വേണം. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. നീ പോയി ഫോൺ ചെയ്തോ. ഇന്ന് നിങ്ങള് ബസ്സിനൊക്കെ പോണേ? ആ കാറെടുത്ത് പോയിക്കൂടെ? കാറിന് പെട്രോൾ അടിക്കാനുള്ള പൈസ നീ തരുമോ? ഓ, ഇങ്ങനെ ഒരു പിശുക്കൻ. എപ്പോ വിളിച്ചാലും നമ്പർ ബിസി. ഏത് സമയം ഫോണിൽ തന്നെ. ഫോണിനോട് കാട്ടുന്ന പരീക്ഷയെങ്കിലും എന്നോട് മാറ്റൂല. മോളെ ചോറ് എനിക്കൊന്നും വേണ്ട. നീ എന്റെ പട്ടിണി കിടക്കാൻ പോകണം. എനിക്ക് അക്കൗണ്ടും കടലക്കറിയും എനിക്ക് വേണം. മോളെ മൂടിയൊക്കെ ഒന്ന് ചീവി വെച്ചോളെ. അതൊക്കെ മതി. സമയം ഹലോ. ആ എടാ, നീ എന്താ വിളിക്കുക? ഞാൻ നിനക്ക് സുഖല്ലേ? ആ ആ ആ ആ നീ എന്താ വരുന്നേ? ആ എടാ, അന്ന് എൻ്റെ ഡേറ്റ് ആണല്ലോ. ആ അല്ല കുഴപ്പമില്ല, നീ വാ, നമുക്കെല്ലാം ശരിയാക്കാം. ആ ഓക്കെ. എത്രയേടാ നിന്നെ കണ്ടിട്ട്? നീ വേഗം വാടാ, നിന്നെ കാണാൻ എനിക്ക് പൂതിയാവണം. ആ അത് പോരാ എന്നെ നിന്ന് നേരിട്ട് എനിക്ക് കാണണം. ആ ഇവിടെ ഞാനില്ലെങ്കിലും വേറെ ആളുണ്ടല്ലോ. ആ അതൊക്കെ അവർ നോക്കിക്കോളൂ. നീലു പറയടാ, അപ്പോഴേക്കും ഡള്ളായോ? ഇത്രയും തൊട്ടാവാടിയാണോ നീ? ഈ ചെറിയ കാര്യത്തിനാണോ ഇത്രയും മൂഡ് ഓഫ്? രവിക്കത് ചെറിയ കാര്യമായിരിക്കാം, പക്ഷെ എനിക്കത് അങ്ങനെയല്ല. ബി പ്രാക്ടിക്കൽ നീലു. എല്ലാം നിന്റെ സംശയമായാലോ? സംശയമല്ല, സത്യമാണ്. നീയും ഞാനും എത്ര സമയം ഫോണിൽ സംസാരിക്കുന്നുണ്ട്, എത്ര ചാറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെയാണോ അമ്മ? ഏത് സമയം ഫോണിലാണ്.
ആരോടാണോ സംസാരിക്കുന്ന നിന്റെ അമ്മക്കും പഴയ കൂട്ടുകാരൊക്കെ ഉണ്ടാവില്ലേ? 24 മണിക്കൂറൊക്കെ സംസാരിക്കാൻ മാത്രം എന്താ ഉള്ളത്? നല്ലപോലെ പോയിനൊരു കുടുംബം. അച്ഛനൊരാളാണ് ആ ഫോൺ വാങ്ങി കൊടുക്കാൻ പറ്റും. അത് നല്ലതല്ലേ? വീട്ടിലേക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിക്കാൻ ഒരു ഫോണ് ആവശ്യമല്ലേ? നീയും അമ്മേന്റെ സൈഡാണോ? ഞാൻ കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടി നിന്റെ അടുത്തേക്ക് വന്നു. സഹിച്ചു മടുത്തു. നിങ്ങളൊക്കെ വീട്ടിൽ പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ അമ്മക്ക് ഒരു ടൈം പാസ് ഒക്കെ വേണ്ടേ? ടൈം പാസ് എനിക്കൊക്കെ മനസ്സിലാവണുണ്ട്. നീലു, നീ കാട് കേറി ചിന്തിക്കുന്നതുകൊണ്ട് അതിന്റെ ഒക്കെ കുഴപ്പം. നീ എന്നോട് മിണ്ടണ്ട. എന്താ നീലു നീ ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ? നിനക്കറിയോ, ജോലി കഴിഞ്ഞു വന്ന അച്ഛനോടോ എന്തിന് എന്നോട് പോലും സംസാരിക്കാൻ അമ്മയ്ക്ക് സമയമില്ല. അതൊക്കെ ശരിയാവും. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ നീലു. അമ്മ ഉണ്ടാക്കണ കറികൾക്കൊക്കെ എന്ത് ടേസ്റ്റ് ആയിരുന്നു. ഇപ്പൊ ഉപ്പ് കൂടിയാലോ എരിവ് കൂടിയാലോ പറഞ്ഞൊക്കെയാണെങ്കിൽ കടിച്ചു കീറാൻ വരും. മടുത്തു. ഞാൻ എങ്ങോട്ടേലും ഇറങ്ങി പോവാ. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ചാവും. വേണ്ടാത്തതൊന്നും ചിന്തിക്കല്ല നീലു. ഞാനില്ലേ നിനക്ക്? ഉണ്ടോ? വലിയ കാര്യമായിപ്പോയി. ഈ വർഷം കൂടെ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. അത് കഴിഞ്ഞ് ഞാൻ നിന്നെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോകാം. അതുവരെ നീ ഒന്ന് ക്ഷമിക്ക്. വല്ലതും നടക്കുവോ പ്രവീ? നടക്കും. അതുവരെ എന്റെ മോൾ അവിവേകം ഒന്നും കാണിക്കല്ലേ പ്ലീസ്. നിന്റെ ഈ വാക്ക് വിശ്വസിക്കാമോ? 100%. സമയം ഒരുപാടായി. വാ, നമുക്ക് പോകാം. ഹലോ, പറയൂ പ്രവീ. എന്ത്? ഇല്ല, കഴിഞ്ഞിട്ടൊന്നുമില്ല. ഏകദേശം പകുതിയൊക്കെ കഴിയാറായി. നീ പഠിച്ചു കഴിഞ്ഞോ? ഇത്ര പെട്ടെന്നോ? എടാ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യടോ പ്ലീസ്. കഴിഞ്ഞ എക്സാമും നല്ല ടഫായിരുന്നു. ഇതും അതേമാതിരി ആകുമെന്നാണ് എൻ്റെ പേടി. ഒന്നും അങ്ങോട്ട് മണ്ടേ കയറുന്നില്ല. ഓക്കേടാ, എന്നാ ശരി. വൈകുന്നേരം കാണാം. ഓക്കെ, ബൈ. പഠിക്കാതെ പേരും ഫോണ് കളിക്കല്ലേ? അച്ഛനിങ്ങോട്ട് വരട്ടെ. ഇങ്ങോട്ട് വന്ന കോളാണ് അമ്മ. ഞാൻ ആരെയും വിളിച്ചിട്ടില്ല. പഠിക്കുന്ന സമയത്തെങ്കിലും അതൊന്ന് ഓഫാക്കി വെച്ചുകൂടാ നിനക്ക്? പറയണ ആള് ഫുൾ ടൈം ഫോണിലാണല്ലോ. ഞാൻ ഓരോ ആവശ്യത്തിന് വിളിക്കുന്നതാ. നാളെ പരീക്ഷയല്ലേ മോളെ? ഇരുന്ന് പഠിക്കാതെ നീ എന്നെ ഉപദേശിക്കാൻ വരികയാണോ? ഉപദേശിക്കല്ല അമ്മേ. നിങ്ങൾ ഏത് സമയം ആരോടാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണേ? നിന്റെ അച്ഛനോട്. എന്തേ പറ്റൂലേ? അതിനും എന്റെ സമ്മതം വേണം എനിക്ക്. മര്യാദക്ക് ഇരുന്ന് പഠിക്ക്. മോളിപ്പോ വലിയ കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട. എല്ലാ ദിവസം കണ്ടുപിടിക്കും നിങ്ങളെല്ലാ കള്ളക്കളി. നിന്റെ മോൾ എന്തെങ്കിലും പറഞ്ഞോ? അയ്യോ ഇല്ലേ, ഞാനൊന്നും പറഞ്ഞില്ലേ. കേട്ട പോലെ തോന്നി. മിണ്ടാതിരിക്കണി പെണ്ണെ, നാളെ നമുക്ക് പരീക്ഷയല്ലേ? ഞാനൊന്ന് പഠിക്കട്ടെ, അല്ലേ തലേ കയറുന്നില്ല. പ്ലീസ് ഒന്ന് പോവോ? പെണ്ണ ഒരു വസ്തു പഠിക്കൂല. ഇങ്ങനെ വിട്ടാ പറ്റൂലല്ലോ. അമ്മ കൊറേ ദിവസം ഇങ്ങനെ ഫോൺ വിളിക്കുന്നു. ആരെ വന്നാലും ഇങ്ങനെ വിളിക്കണം. എങ്ങനെയാലും അമ്മയുടെ ഫോണൊന്ന് അടിച്ചു നോക്കാം. അതേ ഉള്ളൂ ഇന്നൊരു മാറും. എല്ലാം മൂടും പോയി. എന്താ പതിവില്ലാത്തൊരു കിന്നാരം. ശരി, എന്തൊക്കെയാ ഞാൻ ഉണ്ടാക്കി വെക്കേണ്ടത്? നാണമില്ലല്ലോ വൃത്തിയേട് പറയാതെ. അത് പിന്നെ പതിവല്ലേ. ശരി ശരി, വേഗം വരൂ. ഇല്ല, അവൾ പോയിട്ടില്ല. അവൾ പോകാനാവുന്നേ ഉള്ളൂ. ഇത് മോളെങ്ങാനത് കേട്ട് വന്നാണ്ടല്ലോ. ഇതോടുകൂടി എല്ലാം തീരുണ്ട്. ഇപ്പൊ തന്നെ അവൾക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. എനിക്കറിയില്ല. എന്നാ ശരി, വെച്ചോ. എനിക്ക് കുറച്ച് പണിയുണ്ട്. ഞാൻ പിന്നെ വിളിക്കാം.
നേരത്തെ അന്ന് പെണ്ണടോ ഇന്ന് ഞങ്ങളുടെ യൂണിയന്റെ സമ്മേളനമായിരുന്നു, കലക്ടറേറ്റ് മാർച്ച്. ഇങ്ങോട്ട് പോയില്ല? ആ പൊരിവലത്ത് ആരെങ്കിലും പോടൂ. ഞാൻ സംഭാവന കൊടുത്തു തിരികെ പോകുന്നു. പൊരിവയത്ത് നടന്നിരുന്നേ എന്താ അങ്ങനെ ഇരിക്കുന്നത്? അല്ല, നിങ്ങളെ കാറ് അവിടെ കിടക്കണുണ്ടല്ലോ, അത് നിർക്കലില്ലേ? അതെന്റെ മോന്റെതാടൂ. നമുക്കിപ്പോ ഈ വെയിലത്ത് നടന്നാൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ പെട്രോളിന്റെ വില നിനക്ക് അറിയുന്നതല്ലേ. കാറൊക്കെ ഇനി അവൻ ഉപയോഗിച്ചോട്ടെ. അല്ല സാറേ, ഞാൻ കുറച്ച് ബാക്കി പണിയുണ്ട്, അങ്ങോട്ട് ഓക്കെ. ഞാനില്ല ഇരിക്കടോ. ഇല്ല എൻ്റെ ഒരു കാര്യം ഇവിടെ വന്നിരിക്കുക. ഹലോ ഹലോ, ആരാ? നീലൂടെ അമ്മയല്ലേ? ആ അതെ. എന്താ മോളെ? നീലു ഇന്ന് പരീക്ഷയ്ക്ക് അറിയില്ലല്ലോ, എന്തെറ്റി? നീലു രാവിലെ നേരത്തെ ഇറങ്ങിയതാണല്ലോ. ഞങ്ങളെ ഫ്രണ്ട്സ് എല്ലാം വളരെ ലേറ്റ് ആക്കിയിരിക്കേനി. ഫോൺ സ്വിച്ച് ഓഫാ. ആണോ? എന്താ അറിയില്ല, ഞാൻ വിളിച്ചു നോക്കട്ടെ. ദയവായി जिस नंबर से आप संपर्क करना चाहते हैं वो अभी स्विच ऑफ है। कृपया कुछ समय पश्चात എന്റെ മോള് ഇവിടെ രാവിലെ കൊടുത്ത ചായ പോലും കുടിച്ചില്ലല്ലോ, ഒന്നും കൊണ്ടുപോയിട്ടില്ലല്ലോ. സ്നേഹപൂർവ്വം അച്ഛന്. ഞാൻ വീട് വിട്ടു പോവുകയാണ്. മടുത്തു എനിക്ക് അമ്മയുടെ കൂടെയുള്ള ഈ ജീവിതം. മുഴുവൻ സമയവും ഫോണിൽ തന്നെയാണ് അമ്മ. നമ്മളെ ആരെയും ശ്രദ്ധിക്കാനോ ഒന്നിനും അമ്മയ്ക്ക് നേരമില്ല. അമ്മയ്ക്ക് വഴിവിട്ട ബന്ധമുണ്ടെന്ന് പലതവണ എനിക്ക് ബോധ്യപ്പെട്ടതാണ്. അമ്മ നമ്മൾ രണ്ടുപേരെയും ചതിക്കുകയായിരുന്നു. സ്വന്തം പീരീഡ്സ് ഡേറ്റിൽ പോലും പല ആണുങ്ങളെയും വിളിച്ചു വരുത്തുന്ന അമ്മയെ എനിക്ക് അറപ്പും വെറുപ്പുമാണ്. ഇങ്ങനെ ഒരു
പറ്റിയമ്മേ? അമ്മേ 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 എന്ത് പറ്റിയമ്മേ? അച്ഛാ 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 എന്താ മോനെ? എന്താ അമ്മ എണീക്കുന്നില്ല? നന്ദു 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 ദേ നന്ദു അമ്മേ 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 നന്ദു എന്തു പറ്റി? ഏട്ടാ ഏട്ടാ നമ്മുടെ മോള് എന്താ അച്ഛാ? എന്താ? അമ്മേ 4-5 കൊല്ലം ഗൾഫിൽ കഷ്ടപ്പെട്ട് ഞാൻ നാട്ടിൽ വന്നത് ഈ ഒരു കാഴ്ച കാണാനാണ്. എവിടെയാണെങ്കിലും അവളെ കൂട്ടി കൊണ്ടുവരണം, ഇല്ലെങ്കിൽ ഞാൻ ഇനി ജീവനോടെ ഇരിക്കൂല. നന്ദു നീ എന്താ ഈ പറയുന്നത്? അമ്മേ അമ്മ സങ്കടപ്പെടാതെ, എവിടെയാണെങ്കിലും അവളെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. വെറും ഒരു ഫോൺ കോളിന്റെ പേരിൽ ഈ പാവമായി സംശയിച്ചു പോയതാണത്. നീ അവളെ അന്വേഷിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല. പോയി പോട്ടെ. മോനെ, നിങ്ങളൊക്കെ ഈ രീതിയിൽ വളർത്തി വലുതാക്കാൻ ഞങ്ങൾ പെട്ട കഷ്ടപ്പാടുകൾ അറിയണമെങ്കിൽ നിങ്ങൾ നാളെ അച്ഛനന്മാരാകണം. വേണ്ട ഏട്ടാ, നമ്മുടെ മോള് നീട്ടിപ്പിടിച്ച് അവൾ കത്തിൽ എഴുതിയല്ലോ, നിന്റെ ഡേറ്റ് ആണത്. അന്നും ആണുങ്ങളെ വിളിച്ചു വരുന്ന ഈ അമ്മയോട് തനിക്ക് അറപ്പും വെറുപ്പാണെന്ന് അവൾ പറഞ്ഞതല്ലേ? ആ മോളെയാണോ തിരിച്ചു കൊണ്ടുവന്ന് നീ പറയുന്നത്? മോനെ, നിനക്കറിയോ, ഇന്ന് നിന്റെ അമ്മയുടെ ഹാർട്ട് സർജറിക്ക് വേണ്ടി അഡ്മിറ്റ് ആകാൻ പറഞ്ഞ ഡേറ്റ് ആണ്, അല്ലാതെ അവൾ ഉദ്ദേശിച്ച ഡേറ്റ് ഒന്നുമല്ല. അമ്മേ എന്താണ് ഇതൊക്കെ? ഞാൻ ഈ കേട്ട സത്യമാണോ? മോനെ, അമ്മ ചീത്തയാടാ മോനെ. നന്ദു, ഏട്ടാ, എന്റെ മോള് പ്ലീസ്, എനിക്ക് എന്റെ മോളെ കാണണം, ഇല്ലെങ്കിൽ ഞാൻ ആശുപത്രിക്ക് വരൂല. ഞാനിവിടെ കിടന്ന് ചാവും, ഉറപ്പായി. നന്ദു, നീ വിഷമിക്കേണ്ട. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ അവളെ കൊണ്ടുവരും.
ആ